UDF സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ കീറാമുട്ടിയായി തുടരുകയാണ് KSRTCയിൽ വനിതകൾക്കുള്ള സൗജന്യ യാത്ര. പ്രഖ്യാപിച്ചും പോയി, ജയിക്കുകയും ചെയ്തു. ജൂലൈ 15 മുതൽ നടപ്പാക്കുമെന്ന് പറയുകയും ചെയ്തു. ഇനി 10 ദിവസങ്ങൾ മാത്രമാണുള്ളത്. സാധാരണ ഓർഡിനറി ഫാസ്റ്റ് പാസഞ്ചറുകളിൽ മാത്രം പദ്ധതി നടപ്പിലാക്കാൻ ചുരുങ്ങിയത് 90 കോടി രൂപ വേണം. ഈ തുക എവിടെ നിന്ന് കണ്ടെത്തുമെന്നറിയാതെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ എന്തു പറയണമെന്ന് തല പുകച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ടെൻഷനിലാണ്. ജനങ്ങളെ പറ്റിച്ച് വോട്ട് വാങ്ങിയ ശേഷം ഇപ്പോൾ ഖജനാവ് കാലിയാണെന്ന് പറഞ്ഞ് പദ്ധതി അട്ടിമറിക്കാനാണ് UDF നീക്കം. അധികാര കസേരയിൽ അമരും മുമ്പ് തന്നെ UDF തങ്ങളുടെ പ്രഖ്യാപിത അജണ്ടയായ സ്വജന പക്ഷപാതവും ബന്ധു നിയമനവും ആർത്തിയോടെ നടപ്പാക്കാൻ തുടങ്ങിയിരിക്കുന്നു. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് സ്വന്തം സഹോദരി ഭർത്താവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി നിയമിച്ചത് സതീശൻ സർക്കാരിന്റെ അഴിമതി മുഖത്തിനുള്ള തെളിവാണ്. തെരഞ്ഞെടുപ്പിൽ UDFനെ പരസ്യമായി പിന്തുണച്ച യാക്കോബായ സഭ നിരണം ഭദ്രസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ് തന്നെ സർക്കാരിന്റെ ഈ കൊള്ളരുതായ്മയ്ക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നത് VD സതീശന് കടുത്ത പ്രഹരമായി. ജനങ്ങൾ ഇപ്രാവശ്യം വോട്ട് ചെയ്തത് സമഗ്ര മാറ്റത്തിനായിരുന്നു. ഒരു കാലിലെ മന്ത് മറ്റേ കാലിലേക്ക് മാറ്റാനായിരുന്നില്ല എന്ന മാർ കൂറിലോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് UDFന്റെ മുഖംമൂടി അഴിച്ചു മാറ്റുന്നതാണ്. മാറ്റത്തിന് വോട്ട് ചെയ്ത ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്ന ഈ ബന്ധു നിയമനത്തെക്കുറിച്ച് നിയമസഭയിൽ ചോദ്യമുയർന്നിട്ടും നാണം കെട്ട മൗനം പാലിക്കുകയാണ് മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും ചെയ്തത്. സ്വന്തം ഭരണപരാജയങ്ങളും അഴിമതികളും മറച്ചുവെക്കാൻ KM ചന്ദ്രശേഖർ സമിതിയെ വെച്ച് തയ്യാറാക്കിയ ധവളപത്രം ഇന്ന് നിയമസഭയിൽ വെക്കുന്നത് വെറും ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണ്. അധികാരത്തിലേറിയ ഉടൻ തന്നെ ഭരണചക്രം ഉപയോഗിച്ച് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ മുൻ ഭരണകാലത്തെ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി കൂട്ടത്തോടെ സ്ഥലം മാറ്റിയ UDF നിലപാട് ജനാധിപത്യ വിരുദ്ധമാണ്. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മുൻപിൽ മറുപടിയില്ലാതെ സർക്കാർ സഭയിൽ വിയർക്കുകയാണ് ചെയ്തത്. വടകരയിലെ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് കേസിലെ യഥാർത്ഥ പ്രതികളെയും ഗൂഢാലോചനക്കാരെയും സംരക്ഷിക്കാൻ പോലീസ് മുൻപ് അന്വേഷണം അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ഈ നാണം കെട്ട് ഒളിച്ചുകളി പിടിക്കപ്പെട്ടതോടെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ച് പുനരന്വേഷണ നാടകം കളിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ നയരാഹിത്യ പ്രസംഗം എന്ന് ജനങ്ങൾ വിളിക്കുന്ന രീതിയിലേക്ക് VD സതീശൻ സർക്കാരിന്റെ വിശ്വാസ്യത ആദ്യ മാസത്തിൽ തന്നെ തകർന്നടിഞ്ഞു കഴിഞ്ഞു. ഒരു വശത്ത് പാവപ്പെട്ട അമ്മമാരെ വഞ്ചിക്കുകയും മറുവശത്ത് സ്വന്തം ബന്ധുക്കൾക്ക് തസ്തികകൾ വെച്ച് വിളമ്പുകയും ചെയ്യുന്ന ഈ ജനവിരുദ്ധ സർക്കാരിന്റെ അന്ത്യം അതിവേഗത്തിലായിരിക്കുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല.